കോൺഗ്രസും ഇടതുപക്ഷ കക്ഷികളും ഇതുവരെ അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളത് ഖേദകരമാണ്. പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന നിലയിലുള്ള ഒരു നിലപാടാണ് കാശ്മീരിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ കക്ഷികളെല്ലാവരും ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിപ്പിടിക്കുന്നത്. ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന, ഇന്ത്യയുടെ പ്രഖ്യാപിത നയങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു പ്രകടന പത്രികയാണ് നാഷണൽ കോൺഫറൻസ് പുറത്തിറക്കിയിരിക്കുന്നത്. കോൺഗ്രസിനോടും ഇടതുപക്ഷത്തിനോടും ഈ കാര്യത്തിലുള്ള അവരുടെ നിലപാട് എന്താണെന്ന് വ്യക്തമാക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ജമ്മു കാശ്മീരിൽ ഒരു പ്രത്യേക പതാക കൊണ്ടുവരും, നമ്മുടെ ദേശീയ പതാകയ്ക്ക് ബദലായി ജമ്മു കാശ്മീർ സംസ്ഥാനത്ത് പ്രത്യേക പതാക കൊണ്ടുവരും എന്നുള്ളതാണ് പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട ഒരു ഇനം. ജമ്മു കാശ്മീരിൽ പ്രത്യേക പതാക ഉണ്ടായിരുന്നു. നമ്മുടെ രാജ്യം പൊരുതിയാണ്, സമരം ചെയ്താണ്, ശ്യാമപ്രസാദ് മുഖർജിയെ പോലുള്ള ആളുകൾ ബലിദാനം നൽകിയാണ് ജമ്മു കാശ്മീരിലെ പ്രത്യേക പതാക എടുത്തു കളഞ്ഞ് ഇന്ത്യയുടെ ദേശീയ പതാക അവിടെ സ്ഥാപിതമാക്കിയത്. ഇപ്പോൾ നാഷണൽ കോൺഫറൻസ് പറയുന്നത് ജമ്മു കാശ്മീരിൽ ഒരു പ്രത്യേക പതാക വേണം. 370 വകുപ്പും 35A വകുപ്പും എടുത്തു കളയുമെന്നുള്ളതാണ് പ്രകടന പത്രികയിലെ മറ്റൊരു പ്രധാനപ്പെട്ട വാഗ്ദാനം. നമ്മുടെ രാജ്യത്തെ പാർലമെന്റ് ഭരണഘടനാപരമായ വ്യവസ്ഥകളോടുകൂടി ഭൂരിപക്ഷത്തോടുകൂടി പാസാക്കിയ ഒരു കാര്യമാണ് 370 വകുപ്പിന്റെ തിരോധാനത്തിന് കാരണമായത്. 370 വകുപ്പ് എടുത്തു കളയുകയും 35A വകുപ്പ് ഭേദഗതി ചെയ്യുകയാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്, നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് നമ്മൾ പാർലമെന്റിൽ കണ്ടത്. അതുവഴി ജമ്മു കാശ്മീരിൽ സമാധാനം പുനഃസ്ഥാപിച്ചു, അവിടെ അഴിമതി അവസാനിപ്പിക്കാൻ സാധിച്ചു, തീവ്രവാദികളെ നിലയ്ക്ക് നിർത്താൻ സാധിച്ചു. ജമ്മു കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമാണ്, ഇന്ത്യൻ യൂണിയന്റെ അവിഭാജ്യ ഭാഗമാണ് എന്ന് സ്ഥാപിക്കാൻ അതിലൂടെ നമുക്ക് സാധിച്ചു. എന്നാൽ ഇപ്പോൾ ജമ്മു കാശ്മീരിന്റെ സ്വയംഭരണത്തെ സംബന്ധിച്ച് പാകിസ്ഥാനുമായി ചർച്ച നടത്തണമെന്നാണ് നാഷണൽ കോൺഫറൻസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രകടന പത്രികയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഇനമാണത്. ജമ്മു കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണ് എന്നുള്ള സുവ്യക്തമായ ഭാരതത്തിന്റെ നിലപാടിനെ പാകിസ്ഥാൻ ഇതപര്യന്തം ചോദ്യം ചെയ്യുകയാണ്. ജമ്മു കാശ്മീരിൽ ഹിതപരിശോധന വേണം, സ്വയംഭരണം വേണം എന്നൊക്കെയുള്ള ആവശ്യം തീവ്രവാദികളുടേതാണ്, പാക് അനുകൂലികളുടേതാണ്. ഇപ്പോൾ നാഷണൽ കോൺഫറൻസ് ആ ആവശ്യം പ്രകടന പത്രികയിൽ ഉന്നയിച്ചിരിക്കുക. പാകിസ്ഥാനുമായി LOC ട്രേഡ് വ്യാപാര കരാർ വേണം, പാകിസ്ഥാനുമായിട്ട് ഉഭയകക്ഷി ചർച്ചകളിൽ LOC കരാർ വേണമെന്നാണ് ഇപ്പോൾ പ്രകടന പത്രികയിലെ മറ്റൊരാവശ്യം. വിചിത്രമായ മറ്റൊരാവശ്യം, ജമ്മു കാശ്മീരിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും അതിർത്തിയിൽ സ്ഥിരമായി കല്ലേറ് നടത്തുകയും ചെയ്യുന്ന, നിയമപരമായി അതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള യുവാക്കൾക്ക് സർക്കാർ സർവീസിൽ തൊഴിൽ നൽകും എന്നുള്ള വാഗ്ദാനവും നാഷണൽ കോൺഫറൻസ് അവരുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഏറെ അപകടകരമായിട്ടുള്ള ഒരു കാര്യം, ജമ്മു കാശ്മീരിലെ ന്യൂനപക്ഷ വിഭാഗമായിട്ടുള്ള ഹിന്ദു സമുദായത്തിലെ ദളിതുകൾ, ഗുജ്ജാറുകൾ തുടങ്ങിയിട്ടുള്ള പഹാഡി കമ്മ്യൂണിറ്റീസ് തുടങ്ങിയിട്ടുള്ള പല പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് സംവരണം ഇപ്പോൾ നൽകുന്നത് എടുത്തു കളയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 370 വകുപ്പ് എടുത്തു കളഞ്ഞപ്പോഴാണ് ഇന്ത്യയിലെ മറ്റ് സ്ഥലങ്ങളിലുള്ള സംവരണ വ്യവസ്ഥകളെല്ലാം ജമ്മു കാശ്മീരിലും ബാധകമായത്. നാം കരുതുന്നത് പോലെ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങളെല്ലാം
307 വകുപ്പിന്റെ പിൻബലത്തിൽ അവിടെ നടപ്പാക്കാതിരിക്കുകയായിരുന്നു. പല ജനവിഭാഗങ്ങൾക്കും അതുവഴി സംവരണം ലഭിച്ചിരുന്നില്ല. 370 വകുപ്പ് എടുത്തു കളഞ്ഞപ്പോഴാണ് എല്ലാവർക്കും സംവരണം ലഭിച്ചത്. ഇപ്പോൾ അവർ പറയുന്നു ഗുജ്ജറുകൾ, പഹാഡി കമ്മ്യൂണിറ്റീസ്, ദളിതുകൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെ സംവരണം നാഷണൽ കോൺഫറൻസ് അധികാരത്തിൽ വന്നാൽ എടുത്തു കളയും. മറ്റൊരു പ്രകോപനപരമായ കാര്യം, ജമ്മു കാശ്മീരിലെ പ്രസിദ്ധമായിട്ടുള്ള ശങ്കരാചാര്യ കുന്നുകൾ, ശങ്കരാചാര്യ ഹിൽ, അതിൻ്റെ പേര് തക്തേ സുലൈമാൻ ഹിൽ എന്നാക്കി മാറ്റുന്നു. മലയാളത്തിലെ ഒരു മാധ്യമത്തിലും ഈ നിമിഷം വരെ ജമ്മു കാശ്മീരിലെ നാഷണൽ കോൺഫറൻസിന്റെ പ്രകടന പത്രികയുടെ ഒരു വരി പോലും വന്നിട്ടില്ല. ഹരി ഹിൽ എന്ന് പറയുന്ന പ്രസിദ്ധമായിട്ടുള്ള കുന്നുകളുടെ പേര് കോഹി മസ്റാൻ എന്നുള്ള പേരിലേക്ക് മാറ്റുമെന്നാണ് പറയുന്നത്. ജമ്മു കാശ്മീരിലെയും ജമ്മുവിലെയും ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള നിരവധി നിർദ്ദേശങ്ങളാണ്, വിവേചനപരമായിട്ടുള്ള പല നിർദ്ദേശങ്ങളുമാണ് അവരുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാശ്മീരിന് ഓട്ടോണമി വേണമെന്ന് ആവശ്യപ്പെടുന്ന നിലപാടാണ് നാഷണൽ കോൺഫറൻസ് അവരുടെ പ്രകടന പത്രികയിലൂടെ ഉന്നയിച്ചിരിക്കുന്നത്. രാജ്യദ്രോഹപരമായിട്ടുള്ള ഇന്ത്യൻ യൂണിയന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഉദ്ദേശിക്കുന്ന ഈ പ്രകടന പത്രികയോട് രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും നിലപാട് എന്താണ് എന്ന് ജനങ്ങൾ അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. കോൺഗ്രസും അതുപോലെ IND മുന്നണിയുടെ പ്രബലമായിട്ടുള്ള കക്ഷിയായിട്ടുള്ള CPM-ഉം ഇത്രയും വിദ്വേഷജനകമായിട്ടുള്ള, ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള, ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന പ്രകോപനപരമായ ഈ നിലപാടുകളിൽ അഭിപ്രായം പറയാൻ CPIM-ഉം കോൺഗ്രസും തയ്യാറാവണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുക. കോൺഗ്രസിന്റെയും CPM-ന്റെയും നേതൃത്വം എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന പ്രതിലോമകരമായിട്ടുള്ള, വിനാശകരമായിട്ടുള്ള ഈ രാജ്യദ്രോഹ നിലപാടുകളെ തള്ളിപ്പറയാൻ ഇതുവരെ രാഹുൽ ഗാന്ധിയോ കോൺഗ്രസ് നേതൃത്വമോ തയ്യാറാവാത്തത്? എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം പറയുന്ന സീതാറാം യെച്ചൂരിയും CPM-ന്റെ നേതൃത്വവും നാഷണൽ കോൺഫറൻസിന്റെ ഈ പ്രകടന പത്രിക കാണാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇന്ത്യയെ വീണ്ടും വിഭജിക്കാനുള്ള, ഇന്ത്യയിൽ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്താനുള്ള പാകിസ്ഥാന്റെ നീക്കങ്ങൾക്ക് പരസ്യമായ പിന്തുണയാണ് ഈ പ്രകടന പത്രികയിലൂടെ നാഷണൽ കോൺഫറൻസ് ഉന്നയിച്ചിരിക്കുന്നത്. ഇതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായം ആരെ ഭയന്നിട്ടാണ് CPM-ഉം കോൺഗ്രസും പ്രകടിപ്പിക്കാത്തത്? അവരുടെ അഭിപ്രായം പറയാൻ അവർ ആരെയാണ് ഭയപ്പെടുന്നത്? ജമ്മു കാശ്മീർ ഇന്ത്യൻ യൂണിയന്റെ അവിഭാജ്യ ഘടകമാണ് എന്നുള്ള നമ്മുടെ പ്രഖ്യാപിത നിലപാട് കോൺഗ്രസും CPIM-ഉം തള്ളിക്കളയുകയാണോ? അങ്ങനെ തള്ളിക്കളയുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് അവർ അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാത്തത്? ഈ വിനാശകരമായ നിലപാടിനെ ചോദ്യം ചെയ്യാൻ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള, ഭരണഘടനാപരമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ദേശീയ പാർട്ടികളായിട്ടുള്ള കോൺഗ്രസും CPM-ഉം എന്തുകൊണ്ടാണ് ഈ നിലപാടുകൾ ചോദ്യം ചെയ്യാത്തത്? നാഷണൽ കോൺഫറൻസിന്റെ ഈ ആവശ്യങ്ങളെ മൗനത്തിലൂടെ കോൺഗ്രസും CPM-ഉം അംഗീകരിക്കുകയാണ്, മൗനാനുവാദം നൽകുകയാണ്. ഇത് നമ്മുടെ രാജ്യത്തെ ഐക്യവും അഖണ്ഡതയും തകർക്കാനുള്ള വിധ്വംസക ശക്തികളുടെ കയ്യിലെ കളിപ്പാവയായിട്ട് ഇവർ മാറുകയാണ്. വോട്ട് ബാങ്കിന് വേണ്ടി രാജ്യത്തിന്റെ പരമാധികാരം കോൺഗ്രസും CPM-ഉം ചോദ്യം ചെയ്യുകയാണ്. അതിനെതിരായിട്ട് രാജ്യവ്യാപകമായി പ്രതിഷേധം ഉയരുകയാണ്.
ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് തുടരാൻ ധാർമ്മികമായ അവകാശം രഞ്ജിത്തിനില്ല. പരാതി ഒരു ഇര തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പരസ്യമായിട്ടാണ് അവർ ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. ഒരു നടിയെ അപമാനിച്ചു എന്നുള്ള ആരോപണം അവർ പൊതുസമൂഹത്തിന് മുമ്പിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതിന് സാക്ഷി പറയാൻ വിവരമറിയുന്ന മറ്റൊരാളും കൂടി തയ്യാറായിരിക്കുകയാണ്. പക്ഷെ സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. ചലച്ചിത്ര അക്കാദമി പോലുള്ള ഉന്നതമായ ഒരു സ്ഥാനത്തിരിക്കുന്ന, പദവിയിലിരിക്കുന്ന ഒരാളാണ് രഞ്ജിത്ത്. രഞ്ജിത്തിന് ഒരു നിമിഷം പോലും ആ സ്ഥാനത്ത് തുടരാനുള്ള അർഹതയില്ല. അദ്ദേഹം രാജിവെക്കണം. രഞ്ജിത്തിനെ പരസ്യമായി ന്യായീകരിച്ചുകൊണ്ട് നിയമവാഴ്ചയെ വെല്ലുവിളിക്കുകയാണ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ. രഞ്ജിത്ത് മാത്രമല്ല, സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും അധികാരത്തിൽ തുടരാനുള്ള അർഹതയില്ല. ഈ വിഷയത്തിൽ സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തും രാജിവെച്ചൊഴിയണം എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട്. വ്യക്തമായ ഒരു കേസ്, സ്ത്രീ പീഡന കേസാണ് ഇവിടെ ഉയർന്നു വന്നിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ നിലവിലുള്ള നിയമവ്യവസ്ഥ അനുസരിച്ച് ഒരു സ്ത്രീ ഇത്തരത്തിലുള്ള ഒരു ആരോപണം പരസ്യമായി ഉന്നയിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ വന്ന് പരാതി കൊടുക്കണം എന്നൊക്കെ പറയുന്നത് പൊതുസമൂഹത്തിൽ ആരും അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല. ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു സമീപനമാണ് ഇക്കാര്യത്തിൽ മന്ത്രി സ്വീകരിച്ചിരിക്കുന്നത്. ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രി, വ്യവസ്ഥാപിത മാർഗത്തിലൂടെ സഞ്ചരിക്കേണ്ട ഒരു മന്ത്രി, പരസ്യമായ ഒരു സ്ത്രീ പീഡന ആരോപണത്തെ എല്ലാ വിവരങ്ങളും അറിഞ്ഞിട്ടും അതിനെ ന്യായീകരിക്കുന്ന ലജ്ജാകരമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്.